ഈ ജീവൻ കൊണ്ട് തിരിച്ചു കൊണ്ട് തരുവാനായിട്ട് ഹനാൻ ഷായ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല പൊന്നുമക്കളെ. ഇപ്പോൾ ഹനാൻ ഷായുടെ എല്ലാ ചിറാപ്പൂഞ്ചികളും ചീറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ത് എന്ത് കൊന്ന് 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 ഇവിടെ കൊന്ന് ഇവിടെ കൊണ്ടിലിട്ടില്ല സാറ് കൊണ്ടിരവളി കൊണ്ടിരവളി സാറാ. വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഒരുത്തൻ പോലീസിന്റെ ലാത്തിയടി കൊണ്ട് നിലവിളിക്കുകയാണ്, എന്നെ കൊന്നേ എന്നെ കൊന്നേന്ന്. കാണുമ്പോൾ വളരെയധികം തമാശ തോന്നുമെങ്കിലും അത്ര തമാശയുള്ള കാര്യമൊന്നും അല്ല. കാസർഗോഡ് വെച്ച് ഹനാൻ ഷോയുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായ ഇൻസിഡന്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതൊന്നും അല്ല, ഇതിനപ്പുറം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇപ്പൊ കാര്യങ്ങൾ കുറച്ച് അധികം കൈവിട്ട് പോയിരുന്നു എങ്കിൽ നമുക്കറിയാം, എന്താ പറയാ, മറ്റേ അല്ലു അർജുന്റെ പ്രോഗ്രാമിൽ നടന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെയൊക്കെ ആർക്കെങ്കിലും വല്ല ജീവഹാനി നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജീവൻ കൊണ്ട് തിരിച്ചു കൊണ്ട് തരുവാനായിട്ട് ഹനാൻ ഷായ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല പൊന്നുമക്കളെ. ഒരു പ്രോഗ്രാം നടത്തിയ ആള് നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നില്ല മക്കളെ. വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഹനാൻ ഷായുടെ എല്ലാ ചിറാപ്പൂഞ്ചികളും ചീറ്റി പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുള്ളിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് പോലും സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പുറത്തു വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഇതുപോലെ ചില ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളി പാടാതെ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യാം. എന്താണെങ്കിലും പുള്ളിയുടെ ചിറാപൂഞ്ചി എവിടെ ചെന്നാലും ചീറ്റി പോകുന്ന അവസ്ഥ ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ടാർഗറ്റ് ചെയ്യപ്പെടുന്നതാണോ എന്ന് പോലും നമ്മൾ തോന്നിപ്പോവുകയാണ്. പക്ഷേ ഈ കാസർഗോഡ് വെച്ച് നടന്നതിൽ കൃത്യമായ വീഴ്ചകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഏകദേശം 5000 ആളുകളെ ഉൾക്കൊള്ളിക്കണം എന്ന റിക്വസ്റ്റുമായിട്ടാണ് ഈ സംഘടിപ്പിച്ചവർ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3000 പേർക്കുള്ള അനുമതി മാത്രമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3000 പേരൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത്. 10000-ന് മുകളില് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും തിങ്ങിക്കൂടി അവസാനം ഇങ്ങനെയൊക്കെയാണ് സംഭവം അവസാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ അവസാനിച്ചത് നന്നായി എന്ന് മാത്രം വിചാരിക്കുക. കാരണം ഇതിനപ്പുറം പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. പോലീസുകാരൊക്കെ ഇടപെട്ട് എല്ലാവരും അടിച്ചു നിരത്തി വിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഹനാൻ ഷായുടെ ഭാഗത്തുനിന്ന് ഇത് കൃത്യമായ വീഴ്ച തന്നെയാണ്. പുള്ളി ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ പേയ്മെന്റ് കിട്ടുന്ന അങ്ങ് അടിച്ചു പൊളിച്ച് പോകാമെന്നൊന്നും വിചാരിക്കരുത്. അതിന്റെ സംഘാടകര് കൃത്യമായിട്ട് സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ടോ, ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സെറ്റപ്പ് ഉണ്ടോ, കൃത്യമായ സെക്യൂരിറ്റീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രോഗ്രാമുകൾ ഏറ്റെടുക്കുക, അവിടെ എത്തുക, അത് അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കുതിച്ച് പാഞ്ഞിരുന്ന പാട്ട് ചിറാപ്പൂഞ്ചി വെച്ച് അലക്കുകയല്ല വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുള്ളിയെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ പാട്ട് ഇഷ്ടപ്പെട്ട ആരാധകർ വരുമ്പോൾ അവരോടും കൂടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയുള്ള പ്രോഗ്രാമുകളിലെങ്കിലും പുള്ളി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ പുള്ളി പുറം രാജ്യത്തുള്ള ഷോയിൽ പങ്കെടുക്കാനായിട്ട് ചെന്ന് അവസാനം പാടാ തിരിച്ചു പോയ ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനടിയിൽ കമന്റ് ഞാൻ കണ്ട് വായിച്ച് വരുന്ന സമയത്താണ് ഇതും ഉണ്ടാവുന്നത്. അതിൽ കമന്റുകളുണ്ട്, കാസർഗോഡ് നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വന്ന് അനൗൺസ് ചെയ്യാണ്. അപ്പൊ ഈ സംഭവം കണ്ട് തന്നെ എത്രയോ പേര് അവിടെ ചെന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹനാൻ ഷായെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പത്തേനും ഈ കാസർഗോഡ് അടുത്തുള്ള ജില്ലകളിൽ പോലും വണ്ടിയും പിടിച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ വീഴ്ചകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. 3000 പേര് സംഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് കെട്ടിഘോഷിച്ച് പരിപാടി നടത്തി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? എന്താണെങ്കിലും ഇത് ഒട്ടും ശരിയായ കാര്യങ്ങളല്ല. ഹനാൻ ഷാ ഇനിയെങ്കിലും ശ്രദ്ധിക്കാം. ഇയാള് കാരണം ഒരു നല്ല ജീവഹാനി നേരിടാൻ വരരുത്. എന്താണെങ്കിലും ചിറാപ്പൂഞ്ചികൾ വീണ്ടും ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റുമായി വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ടേക്ക് കെയർ.
ബൈ ബൈ.